ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. മാഷാ അല്ലാ, ഇന്ന് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ്. പിന്നെ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. പക്ഷേ വോയിസ് ഓവർ എടുക്കാൻ വൈകിയത് കാരണം അപ്ലോഡ് ചെയ്യാനും വൈകിപ്പോയി. സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഗെയ്സ്, എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇതാണ് അത്ര വലിയ കാര്യമെന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത ആളായിരുന്നു ഞാൻ. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളുള്ളത് വലിയൊരു കാര്യം തന്നെയല്ലേ. എന്നെ നേരിട്ട് അറിയാത്ത ആളുകളും ഉണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. ഏതായാലും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് വരാം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പത്തിരിയും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു വെള്ളക്കടലക്കറി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാകത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് വേവിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കലാണ്. അപ്പോൾ നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് മഴ മാറി വെയിലുള്ള ദിവസമാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇതാ ഉച്ചത്തേക്കുള്ള ഫുഡ് റെഡിയാക്കലാണ്. പരിപ്പും മുരിങ്ങക്കായും കൂടെയാണ് ഉച്ചത്തേക്കുള്ള കറി. അതിനിടയ്ക്കൊന്ന് ചായ കുടിക്കട്ടെ. ചായ കുടിക്കട്ടെ എന്ന് പറയാൻ പറ്റില്ല. ചായ ഇവിടെ ആരും കുടിക്കലില്ല. അത് കാരണം കൊണ്ട് ചായ ഉണ്ടാക്കലില്ല. കടി മാത്രമേ കഴിക്കലുള്ളൂ. അതിൻ്റെ കൂടെ വെള്ളമാണ് കുടിക്കൽ, ചുടുവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഉണക്കാനുള്ള ഡ്രസ്സൊക്കെ വേഗം അയലിലിട്ട്. നല്ല വെയിലുള്ള ദിവസമാവുന്നു. മഴൻ്റെ ഇടയ്ക്ക് ഈ വെയിൽ കാണുമ്പോൾ ഒരു സന്തോഷമാണ്, പ്രത്യേകിച്ച് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കറി റെഡിയാക്കി. അതിൻ്റെ കൂടെ തന്നെ ബീഫ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചൺ ക്ലീൻ ചെയ്തതിന് ശേഷം അകം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ സിറ്റ് ഔട്ടിൽ ഈ ഒരു ചൈന ഡോളിൻ്റെ ചെടി നല്ലോണം വലുതായിട്ട് ഗ്ലാസ്സിൽ തട്ടി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിരിക്കണം. അപ്പോൾ 2 ദിവസമായിട്ട് ഞാനിത് കട്ട് ചെയ്യണമെന്ന് വിചാരിക്കൽ തുടങ്ങിയിട്ട്. ഇന്നലെ മിനിയാന്നൊക്കെ നല്ല മഴയായിരുന്നു. ഇന്ന് വെയിലുള്ള ദിവസമായതുകൊണ്ട് ആ പണി അങ്ങോട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ കട്ട് ചെയ്ത ചെടികളൊക്കെ ഒന്ന് കുഴിച്ചിട്ട് നോക്കണം. മുമ്പ് 2 പ്രാവശ്യം അങ്ങനെ നട്ടിട്ടും ഉണ്ടായിട്ടില്ല, ഉണങ്ങി പോവുക ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞ് സിറ്റ് ഔട്ടൊക്കെ ക്ലീൻ ചെയ്തു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ മോന് സ്കൂളിൽ വന്നപ്പോൾ അവനെ കൊണ്ട് കട്ട് ചെയ്ത ചെടിയൊക്കെ ഒന്ന് കുഴിച്ചിടിപ്പിച്ച്. അതൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ മോൾക്ക് 2 ദിവസമായിട്ട് നല്ല പനിയായിരുന്നു. പനി മാറിയിട്ടുണ്ട്, അതിൻ്റെ ക്ഷീണമാണ്. അപ്പോൾ ആളെപ്പോഴും കിടത്തം തന്നെയാണ്. കുറച്ച് കഴിഞ്ഞ് അവൾ എണീറ്റ് വന്നതിന് ശേഷം അവളെ ബുക്സൊക്കെ ഞാനും അവളും കൂടെ തന്നെ കവർ ചെയ്തു. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേന് നല്ല മഴ തുടങ്ങി. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും.